മോർണിംഗ് ഫ്രണ്ട്സ്. ഇപ്പോൾ രാവിലെ തന്നെ മഴ തകർക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നല്ല മഴ തൊട്ടി തുടങ്ങി. തുലാവർഷമാണ് പെയ്തിറങ്ങുന്നത്. നല്ല മഴയായിരുന്നു. വൈകിട്ടാകുമ്പോൾ ഇടിയും. രണ്ടൊന്ന് കോവയ്ക്ക കിട്ടി. അത് ഞാൻ പെട്ടെന്നൊന്ന് അരിഞ്ഞെടുക്കുകയായിരുന്നു. ഒരു സവാളയും പച്ചമുളകും ചേർത്ത് നമ്മുടെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഒരു പച്ചമുളകും കീറിയിട്ടിട്ടു, ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി അവിടെ നിന്ന് റെഡി ആയിക്കോളും. ചെറിയ തീയിൽ അടച്ചു വെച്ചിരുന്നാൽ ആവിയിൽ അവിടെ ഇരുന്ന് വെന്തോളും. കുറച്ചൊക്കെ പഴുത്ത് പോയി, എന്നാലും ഞാൻ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വെന്തോളും. പിന്നെ അവിയലിന് ഞാൻ പിന്നെ അരപ്പൊക്കെ തയ്യാറാക്കി അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ കോവയ്ക്ക റെഡിയായി. മീനിന് ഞാൻ പൊടികളൊക്കെ ഇട്ട് എണ്ണ ഒഴിച്ച് കുറച്ച് പച്ചമുളകും ഒക്കെ ഇട്ട് തേങ്ങ അരച്ച്, പുളിയും തേങ്ങയും കൂടിയാണ് അരച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ കൊഴിയാള മീനായിരുന്നു, അത് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ചെടുത്ത് വറുക്കുകയും കൂടെ ചെയ്ത്. പിന്നെ നമ്മുടെ വാഴക്കൂമ്പ് കിട്ടി. അപ്പോൾ അത് ഞാൻ ഒരു സവാളയും ചേർത്ത് അരിഞ്ഞെടുത്ത് അരപ്പിന് തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചേക്കുകയാണ്. ഓയിലൊഴിച്ച് കുറച്ച് ഉഴുന്നും കൂടെ ഇട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ട് നമ്മുടെ ഈ അരപ്പും കൂടെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ അച്ചാറിട്ട ശീമ നെല്ലിക്കയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അച്ചാറല്ല, നമ്മുടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. കാന്താരി മുളകും കൂടെ ചേർത്താണ് ഇട്ട് വെച്ചിരിക്കുന്നത്. കുറച്ച് അരിഞ്ഞും എടുത്ത് നമ്മുടെ മീൻ കറി ഇവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട്. HB ലെവൽ കൂടാൻ വേണ്ടി ബീട്രൂട്ടും കാട്ടുനെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് മിക്സിയിലടിച്ച് ജ്യൂസാക്കി അതും ഒന്ന് കുടിച്ചെടുത്തു.